ഹായ് മുത്തുമണികളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് തൈമാസ് കിച്ചണിട്ട് ഒന്ന് കൂടി വന്നോളി. കുറേ ദിവസമായല്ലേ ഞാൻ തൈമാസ് കിച്ചണിൽ ആരെയും വിളിക്കാത്തത്. അപ്പം ഞാൻ ഇന്നിവിടെ കുറച്ച് മധുരക്കിഴങ്ങ് പൊടിയാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേണ്ടി കുറച്ച് കടലമാവ്, കുറച്ച് മൈദാമാവ്, പിന്നെ മുളക് പൊടി, കാശ്മീർ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഇത് ആ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ആദ്യമായി കാണുന്ന മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ. അപ്പം നമ്മൾ ഈ കിഴങ്ങ് പൊടി എല്ലാവർക്കും അറിയാത്ത റെസിപ്പിയല്ല. അപ്പം ഞാനിങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ടൊരു ഷെയർ ചെയ്തിട്ട് കുറച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഒരു ചെറിയ വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ ഇതാ പൊടിയൊക്കെ മാവൊക്കെ റെഡിയായി. അപ്പോൾ അതിലേക്ക് ഇതാ കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തെല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ചോറ് കഴിക്കുമ്പോഴേക്ക് ഇതുപോലെ പൊടി ഉണ്ടാക്കിയാലില്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിവോട് കൂടിയിട്ട് കിഴങ്ങ് പൊരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ രാത്രിത്തെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇങ്ങനെ ഇതാ എല്ലാം ഞാനിങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എണ്ണയിലിട്ട് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലേ? എൻ്റെ മുത്തുമണികളൊക്കെ എവിടെയാണ്? എല്ലാവരെയും ഒരുപാട് മിസ്സായിട്ടുണ്ട് കേട്ടോ. എല്ലാവരെയും ഓർമ്മയുണ്ട്, ഓർമ്മയില്ലാത്തതല്ല, എല്ലാവരെയും ഓർമ്മയുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ കമൻറ്റൊക്കെ ചിലർക്ക് ഇടും, ചിലർക്കൊക്കെ കമൻ്റ് ഇടാതെ ഇങ്ങനെ കണ്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജോലി തിരക്ക് കാര്യമായത് കൊണ്ടാണ് കേട്ടോ ഞാൻ എവിടെയും എത്താത്തത്. നമ്മളുടെ ഒരു ടൈലർ ജോലി സീസൺ അതാണ് ഇപ്പോൾ. സീസൺ ആയതുകൊണ്ട് നമുക്ക് എവിടെയും എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഇതാ നമ്മളുടെ കിഴങ്ങ് പൊടിയൊക്കെ റെഡിയാക്കി ഞാൻ എടുത്തിട്ടോ. എണ്ണയിൽ നിന്ന് കുരുടി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പം അത്രയേ ഉള്ളൂ. ഒരു 1/2 kg കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഞാൻ വിചാരിച്ച് രാത്രിയത്തെ ചോറിന് കുറച്ച് എരിവോട് കൂടി പൊരിച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെഡിയാക്കുന്നത്. ആ ബാക്കി വന്നതിന് ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ, ഇരുമ്പിൻ്റെ കടായിലാണ് ഞാനിതിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ടത്. പിന്നെന്താണ് മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ എന്താണ്? കാലാവസ്ഥയൊക്കെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ ഇതാ പൊടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കുന്ന ഒരു 2-3 പ്രാവശ്യം ഇട്ടപ്പോൾ ഇങ്ങനെ തീരാൻ വേണ്ടി ഞാനിങ്ങനെ കുറേ കൂടുതൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ അതിൽ സിംഗിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ കയ്യിലുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. എല്ലാവർക്കും കണ്ടിഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ആദ്യമായി കാണുന്ന മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ. എന്താ എണ്ണയിൽ നിന്നെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ കിഴങ്ങ് പൊടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മൾ റംസാനൊക്കെ അടുത്ത് വന്നപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് റംസാൻ്റെ ഓർമ്മ വന്നു. അങ്ങനെ ഇന്നത്തെ കിഴങ്ങ് പൊരിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും.